ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലെ കാലടിയിൽ നിന്ന് പുറപ്പെട്ട സംഘം കുപ്വാരയിലെത്തി. നാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ആർ രാമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഒപ്പം ചേരുകയാണ്. തത്സമയം രാമാനന്ദൻ, ഇപ്പോൾ കുപ്വാരയിൽ എവിടെയാണുള്ളത്? ഇന്നത്തെ യാത്ര എങ്ങനെയായിരുന്നു? നമസ്കാരം, കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം, പറയൂ. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് കുപ്വാരയിലെ ആർമി ഒരു ക്യാമ്പിലാണ്. ആർമി ക്യാമ്പിന്റെ ഉള്ളില് ഒരു ഖീർ ഭവാനി ക്ഷേത്രമുണ്ട്. കുപ്വാരയിലെ കാശ്മീരിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗന്ദർബാൽ ഖീർ ഭവാനി ക്ഷേത്രം പോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഖീർ ഭവാനി ക്ഷേത്രമാണിത്. അവിടെയാണുള്ളത്. ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. ഇതൊരു ആർമി ക്യാമ്പ് കൂടിയാണ്. ഇദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. ചേർത്തലയുള്ള ഒരു ആർമി ഓഫീസറാണ്. ഇന്നലെയൊക്കെ നമുക്ക് ആർമി ആയിരുന്നു നമ്മളെ റിസപ്ഷൻ ഒക്കെ ചെയ്തിരുന്നത്. ഇന്നും നമുക്ക് ആർമി തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നലെ ജനത്തില് മീറ്റിംഗിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു, എന്നല്ല ന്യൂസ് റിപ്പോർട്ടിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പെർമിഷൻ ഒക്കെ കിട്ടി. പെർമിഷൻ ഒക്കെ കിട്ടി. ഇവരൊക്കെ ഇത്രയേറെ ആത്മാർത്ഥതയോടെ സ്വീകരിച്ചിരുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കാണുന്നു എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം കാണാൻ കുറച്ച് മണിക്കൂറുകൾക്ക് അകലെ മാത്രമാണ്. അപ്പൊ നാളെ ഞങ്ങള് LOC ചെല്ലും. ഞങ്ങൾ നാളെ, അതായത് പെൽഗാം അറ്റാക്കിന് ശേഷം ആദ്യമായിട്ട് ഭാരതം അതിന്റെ നിയന്ത്രണ രേഖയിലേക്ക് നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളെ അനുവദിക്കുന്നത് ഞങ്ങളെയാണ്. വളരെ സന്തോഷമുള്ളൊരു വാർത്ത കൂടിയാണ്. മറ്റൊന്ന്, നിങ്ങൾ ഇതുവരെയുള്ള യാത്രയിൽ തീരുമാനിച്ചുറപ്പിച്ച മാതിരി തന്നെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ? അതെ, ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. ഒരു ദിവസം പോലും നമ്മൾ എവിടെയും വൈകിട്ടില്ല. ഒരു ദിവസം പോലും നമ്മൾ എങ്ങനെയാണ് ക്രമീകരിച്ചത്? അത് ഞങ്ങൾ ക്രമീകരിച്ചല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ക്രമീകരിച്ച ചിലപ്പോൾ പറ്റൂലായിരുന്നു. അതൊരു ഡിവൈൻ ഹാൻഡ് ആണെന്നാണ് വിശ്വസിക്കാൻ ഇഷ്ടം. എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് നടന്നു. നാളെ എങ്ങനെയാണ് പരിപാടി? എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? എത്ര കിലോമീറ്റർ അകലെയാണ്? എത്ര മണിക്കൂർ എടുക്കും? ഏതാണ്ട് 83 കിലോമീറ്റർ അകലെയാണ് ചീത്വാളിലെ ശാരദാ ക്ഷേത്രം. നാളെ രാവിലെ ഒരു 6 മണിയോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് നാളെ ഒരു കോൺവോയ്, ആർമി പോലീസിന്റെ ഒക്കെ ഒരു കോൺവോയ് വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് കമ്മീഷണർ നമ്മുടെ കൂടെ, ഡിസ്ട്രിക്ട് കളക്ടർ ഞങ്ങൾ ഇന്ന് പോയി കണ്ടിരുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ എത്ര മണിക്കൂർ എടുക്കും അവിടെ എത്താൻ? 3 മണിക്കൂർ റൈഡ് ചെയ്യാനുണ്ട്. വളരെ ടഫായിട്ടുള്ള റോഡാണ്. മഞ്ഞൊക്കെയുള്ള വഴിയാണ്. മാത്രമല്ല വളവുകളും തിരിവുകളും ഒക്കെ ആയിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു വഴിയാണ്. പക്ഷെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതുവരെ അപകടമൊന്നും ഇല്ലാതെ ചെന്നെത്തിയ പോലെ ചെന്നെത്താൻ പറ്റും. ശാരദാ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. നമ്മുടെ മെസ്സേജ് ശങ്കര ടു ശാരദ, ചലോ LOC, ബുള്ളറ്റ്സ് അഗൈൻസ്റ്റ് ബുള്ളറ്റ്സ്, ഇത് മൂന്നും സാർത്ഥകമാകുന്ന ഒരു ദിനമാവും നാളെ എന്നാണ് വിചാരിക്കുന്നത്. ശ്രീ ആർ രാമാനന്ദ്, ഒപ്പമുള്ളവരോട് കൂടി സന്തോഷം പറയാൻ പറയൂ. തീർച്ചയായിട്ടും രണ്ടാള്. ഒന്ന് നമ്മുടെ ഒരു ആർമി ഓഫീസറാണ്, അദ്ദേഹം ചേർത്തലയുള്ള ആളാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നറിയില്ല, എങ്കിലും ഇവരെ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഒരു പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ഒരു യാത്രയാണ് അവരുടേത്. കാരണം ഇവിടുത്തെ ആദ്യമായിട്ടൊരു പെർമിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ട് വളരെ 10-15 മിനിറ്റിനകം പെർമിഷൻ കിട്ടുകയും അവിടത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ സിവിലിയൻസ് ആണ് ഇവരുടെ സംഘമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെ അവിടേക്ക് അങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷം, ഇരട്ടി സന്തോഷം. ഒപ്പം അവർ അതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നുണ്ടാവും. കാരണം ലക്ഷ്യമുറപ്പിക്കുകയാണ്. അവർ പ്രതീക്ഷിക്കാത്തത്, അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ അനായാസം മറികടന്ന് അവർ ലക്ഷ്യത്തിലെത്തുന്നുവെന്ന് ഓർക്കുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇതേപോലുള്ള ഒരു ദുർഘട ഘട്ടത്തിൽ, ഒരു ദുർഘട യാത്രയിലും ആദ്യം എത്തുന്നത് നമ്മുടെ മലയാളി സംഘം തന്നെയാണ്. അതിൽ വളരെ സന്തോഷം. ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രം അവർക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. യെസ്, ശ്രീ രാമാനന്ദ്, ഇന്നത്തെ വിശ്രമ സമയമാണിനി. രണ്ട് വ്യക്തികളുണ്ട്, അവരെയും കൂടി ഒന്ന് സംസാരിപ്പിക്കണം എന്ന് കരുതുന്നു. രാമാനന്ദ് തന്നെ സംസാരിച്ചോളൂ അവരോട്, അവർ പറയട്ടെ. ഒന്നുമില്ല, നമ്മുടെ ഇവിടെ ഒരു മക്ബൂൽ ജി ഉണ്ട്. അദ്ദേഹം ജാവേദ് മക്ബൂൽ, അദ്ദേഹം വേറെ കോളിലായി പോയി. അദ്ദേഹം സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ട്വീറ്റ് 2 തവണ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ റീട്വീറ്റ് ഒക്കെ ചെയ്താണ്.
അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. ഒരു ന്യൂസ് റിപ്പോർട്ടറും യഹിയ സുൽത്താൻ എന്ന് പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടറും നമ്മൾ റിസീവ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ വരുന്നുണ്ട് അദ്ദേഹം. ജാവേദ് മക്ബൂൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ദിസ് ഇസ് എ ചാനൽ. They've been supporting us for a long time. So you can share your thoughts on this. गुड इवनिंग सर। ये जो हमारे जो भाई आए हैं केरला से एक यात्रा लेके, तो हम इनका बहुत दिल से शुक्रिया अदा करते हैं और इनको वेलकम करते हैं यहाँ। और जो इनकी मैसेज है या जो इनका इनिशिएटिव है उसको भी हम सपोर्ट कर रहे हैं यहाँ पे। താങ്ക് യു സാർ. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നത് രാമാനന്ദ്, ഈ പുതിയ മുഖങ്ങളെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നു. നിങ്ങളിലേക്ക് അടുത്തു വന്നവരെ ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഏതായാലും നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത ചെറുതല്ല. നിങ്ങൾ പ്രതീക്ഷിച്ച തടസ്സങ്ങളൊക്കെയും നിങ്ങൾക്ക് മുന്നിൽ മാറുകയാണ്, അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് മാറ്റുകയാണ്. നിങ്ങൾ ആനയിക്കപ്പെടുകയാണ്, നിങ്ങൾ സ്വീകരിക്കപ്പെടുകയാണ് എല്ലായിടത്തും. അതിൽ ഞങ്ങൾക്കുമുണ്ട് അഭിമാനം. അപ്പോൾ നാളെ കാണാം. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപും എത്തിയ ശേഷവും ഒക്കെ ഒപ്പം ചേരണം. വളരെ നന്ദി. വന്ദേ മാതരം. ശരി, താങ്ക് യു.